സ്വർണം ഒളിഞ്ഞുകിടക്കുന്ന മണ്ണ്. അതെ, ദി ലാൻഡ് ഓഫ് ഗോൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം കോലാർ സ്വർണ്ണഖനി. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് അസറ്റ് എന്ന് ബ്രിട്ടീഷുകാർ പോലും വിശേഷിപ്പിച്ച ഈ സ്വർണ്ണഖനി നമ്മളിൽ പലരും കേൾക്കുന്നത് തന്നെ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് യാഷ് നായകനായെത്തിയ KGF എന്ന ചിത്രത്തിലൂടെയാണ്. അന്നു മുതൽ ഇന്ന് വരെയും റോക്കി ബായ് അടക്കി വാഴുന്ന ലോകമാണ് പ്രേക്ഷകർക്ക് കോലാർ. ഈ കോലാർ സ്വർണ്ണഖനിയെ ആസ്പദമാക്കി തന്നെയാണ് പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത് വിക്രം നായകനായെത്തുന്ന തങ്കലാനും അണിയറയിലൊരുങ്ങുന്നത്. പ്രശാന്ത് നീലിന്റെ KGF 1ഉം 2ഉം ഭാഗങ്ങൾ കോലാർ ഗോൾഡ് ഫീൽഡിലെ അധികാരം കൈയടക്കി വാഴുന്ന റോക്കി ബായിയെ കുറിച്ചാണ് പറഞ്ഞു വെച്ചതെങ്കിൽ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കോലാർ സ്വർണ്ണഖനിയിലെ തൊഴിലാളികളുടെ അതിജീവനത്തിനും സ്വാതന്ത്ര്യത്തിനുമായുള്ള പോരാട്ടത്തെയാണ് തങ്കലാൻ പ്രമേയമാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കോലാർ സ്വർണ്ണഖനിയുടെ റിയൽ സ്റ്റോറി. കോലാർ സ്വർണ്ണഖനിയെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ മുതൽ പ്രശാന്ത് നീലിന്റെ KGFുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഏപ്രിലിൽ റിലീസിനൊരുങ്ങവേ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് KGFും തങ്കലാനും. വിക്രം ആരാധകർ ഉൾപ്പെടെ തമിഴിന്റെ KGF വേർഷൻ എന്നാണ് തങ്കലാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണഖനിയാണ് കർണാടകയിലെ കോലാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോലാർ സ്വർണ്ണഖനി. AD 2-3 പതിറ്റാണ്ടുകൾ മുതൽ ഇവിടെ സ്വർണം ഖനനം ചെയ്തിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്വർണ്ണഖനി ശ്രദ്ധയാകർഷിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വൻതോതിലുള്ള സ്വർണ്ണഖനനത്തിനായി ബ്രിട്ടീഷുകാർ കൂടുതലായി ഇവിടേക്ക് എത്തപ്പെട്ടു. ഏത് വിധേനയും സ്വർണം കൈക്കലാക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഖനിയിലെ തൊഴിലാളികളോട് ചെയ്തിരുന്ന ക്രൂരതയും അടിച്ചമർത്തലുമാണ് തങ്കലാൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഖനികളുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വിട്ടു നൽകി. ശേഷം ഖനനം നടത്തിയിരുന്ന ഭാരത് ഗോൾഡ് മൈൻസ് എന്ന പൊതുമേഖലാ ഖനന കമ്പനി 2001 ഖനനം നിർത്തിവെക്കുകയായിരുന്നു. അപ്പോഴേക്കും ഖനികളിലെ സ്വർണ്ണ ശേഖരം ഏകദേശം തീർന്നു തുടങ്ങിയിരുന്നു. ഖനനം നടന്നിരുന്ന പ്രദേശം ഇന്ന് സർക്കാരിന്റെ റിസർവ് മേഖലയാണ്. കെട്ടിട നിർമ്മാണമോ മറ്റു പ്രവർത്തികളോ ഒന്നും ഇന്നിവിടെ അനുവദിക്കുന്നില്ല. രണ്ട് ചിത്രങ്ങളും ഒരേ വിഷയമാണ് പ്രമേയമാക്കിയിട്ടുള്ളതെങ്കിലും രണ്ടും വ്യത്യസ്ത കഥകളാണ് പറഞ്ഞു വെക്കുന്നത്. കേൾക്കുമ്പോൾ ഒരേ സമയം പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു ചർച്ചകൾ തലപൊക്കിയിരിക്കുന്നത്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം അപ്പോകലിപ്റ്റോ പോലുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. ഒപ്പം വിക്രമിന്റെ പുതിയ മേക്ക് ഓവറും ചിത്രത്തിന് ഹൈപ്പ് നൽകുന്നുണ്ട്. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന യുദ്ധരംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീസർ പ്രേക്ഷകർക്ക് അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും സമ്മാനിക്കുക എന്ന ഉറപ്പും ഇതിനോടകം നൽകുന്നുണ്ട്. ഭാഷാഭേദമന്യേ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു KGF. കന്നഡ സിനിമയ്ക്ക് രാജ്യമൊട്ടാകെ ആരാധകരെ നേടിക്കൊടുക്കാൻ KGFന് സാധിച്ചിരുന്നു. അതുപോലെ വിക്രത്തിന്റെ തങ്കലാനും ബോക്സ് ഓഫീസ് കീഴടക്കാൻ കഴിയട്ടെ എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.